അസ്സലാമു അലൈക്കും. ഒന്നാം ക്ലാസ്സിലെ പൂമ്പാറ്റകളായ കുഞ്ഞു മക്കളെ, നിങ്ങളുടെ അരക്കൊല പരീക്ഷ വരികയാണ് അല്ലേ? അരക്കൊല പരീക്ഷയ്ക്കുള്ള ദീനിയാത്ത് അഖലാക്ക് നിങ്ങൾക്ക് എഴുതാനല്ലല്ലോ. ഉസ്താദ് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. എന്തൊക്കെ ചോദിക്കുക? മുത്തുനബിനെ കുറിച്ച്, അള്ളാഹിനെ കുറിച്ച്, നമ്മുടെ ഉപ്പച്ചിനെ കുറിച്ച്, ഉമ്മച്ചിനെ കുറിച്ചൊക്കെ ചോദിക്കും. നമ്മളതിനെക്കുറിച്ചൊക്കെ പഠിച്ചിടണല്ലോ അല്ലേ? നമുക്ക് എന്നാലേ പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് തയ്യാറായാലോ? ഇതിൽ കുറേ കാര്യങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ ഉസ്താദ് നിങ്ങൾക്ക് ഒന്നുകൂടി പഠിപ്പിച്ച് തരാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഉസ്താദിന് പരീക്ഷ സമയത്ത് മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിയും കേട്ടോ. നമ്മളെ ആദ്യം തന്നെ മുകളിൽ ആ നീണ്ടൊരു പെട്ടി ഉണ്ടല്ലോ അവിടെ, ആ പെട്ടിയിൽ നമ്മൾ പേര് എഴുതണം. നിങ്ങൾക്ക് അറബിയിൽ പേര് എഴുതാൻ ഉസ്താദ് പഠിപ്പിച്ചു തന്നില്ലേ അല്ലേ? ഇനി അഥവാ ആരെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ അവിടെ ഉസ്താദിൻ്റെ പേര് എഴുതിക്കോളൂ. അത് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. അതിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞാൽ മതി. ഒന്നാമത്തെ ചോദ്യം എന്താ? ഒന്ന്, നിങ്ങളവിടെ വിരൽ വെച്ചോളി, സ്ക്രീനിൽ വിരൽ വെച്ചോളി. ഒന്നാമത്തെ ഒന്ന് എന്നുള്ളിടത്ത് വിരൽ വെച്ചോളി. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന് 5 മാർക്കുണ്ട് കേട്ടോ. നോക്കല്ലേ നമുക്ക്? നമ്മെ സൃഷ്ടിച്ചത് ആരാണ്? നമ്മെ സൃഷ്ടിച്ചത് ആരാണ്? അല്ല, എന്താണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിലേ നമ്മളെ കട്ടിലിന്മേലല്ലേ കടന്നുറങ്ങുക അല്ലേ? ആ കട്ടിൽ ആരാ ഉണ്ടാക്കിയത്? അത് വെറുതെ ഉണ്ടായതാണോ? അല്ലല്ലോ, അതൊരു ആശാരി ഉണ്ടാക്കിയതല്ലേ അല്ലേ? അയാൾ കുറേ മേടി മുട്ടി അല്ലേ, അങ്ങനെ അയാൾ ഉണ്ടാക്കിയതാണ്. അതേപോലെ നമ്മളുണ്ടാക്കിയ ഒരാളുണ്ട്, നമ്മളെ പടച്ച ഒരാളുണ്ട്, നമ്മളെ സൃഷ്ടിച്ച ഒരാളുണ്ട്. അതാരാ? നിങ്ങൾക്ക് ഉത്തരം അറിയില്ലേ? നിങ്ങളൊന്ന് മനസ്സിൽ പറയും. നിങ്ങൾ കമൻ്റായിട്ട് എഴുതിക്കോളി. ഒന്നിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് എഴുതിക്കോളി. ആരാണ്? നിങ്ങൾ പറഞ്ഞു അല്ലേ? പറയട്ടെ ഞാൻ. അല്ലാഹു അല്ലേ? നമ്മെ സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹു കേട്ടോ. അങ്ങനെ തന്നെ പറയണേ. ഇനി രണ്ടാമത്തെ പറയണ മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ നേരെ ഉത്തരം പറഞ്ഞുകൊണ്ട് പോവല്ലോ കേട്ടോ. നമ്മൾ ഓരോ ചോദ്യവും വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ഉത്തരം പറയണത്. നേരെ നമ്മൾ റെഡിമെയ്ഡ് ഇങ്ങനെ കാണാതെ പഠിച്ച് പോയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ മക്കൾക്ക് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കിനി ഒരു 5-10 മിനിറ്റ് കയറിയാൽ നമ്മളെ മക്കൾക്ക് സംഗതി മനസ്സിലാവുന്ന രൂപത്തിലായിക്കോട്ടെ കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം, നമ്മെ വേദനിച്ചു പ്രസവിച്ചത് ആരാണ്? 6 മാർക്കിൻ്റെ ചോദ്യം അത്. അപ്പോൾ അതിൽ ഭയങ്കര കാര്യമുണ്ട് അല്ലേ? 6 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ? നമ്മെ അവിടെ വിരൽ വെച്ചോളി കേട്ടോ. നമ്മെ വേദനിച്ചു പ്രസവിച്ചു ആരാണ് നമ്മെ വേദനിച്ചു പ്രസവിച്ചത്? നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ അങ്ങനെ ഓടിച്ചാടി മണ്ടി കളിച്ച് നടക്കണില്ലേ? അതിനു മുമ്പ് നമ്മളൊക്കെ എവിടെയിരുന്നു? നമ്മുടെ ഉമ്മച്ചിൻ്റെ പള്ളിയിലായിരുന്നില്ലേ അല്ലേ? നമ്മുടെ ഉമ്മച്ചിൻ്റെ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്നപ്പോൾ ഉമ്മച്ചിക്ക് ഒരുപാട് വേദനിച്ച് ഉമ്മച്ചി കുറേ നൊരുവിളിച്ചിരിക്കും. വരുത്തായിട്ടേ വേദന കൊണ്ടേ അല്ലേ? അതിന് ഉമ്മച്ചിൻ്റെ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്നില്ലേ? അതിനാണ് പ്രസവിച്ചു എന്ന് പറയാം. അപ്പോൾ ഉമ്മച്ചിക്ക് ഒരുപാട് വേദന ഉണ്ടായിക്കണ്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി അല്ലേ? ആരാ നമ്മളെ പ്രസവിച്ചത്? നിങ്ങൾ പറഞ്ഞു. ആരാണ്? ഉമ്മച്ചി അല്ലേ? അവിടെ ഉമ്മ എന്ന് ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മളെന്ത് മനസ്സിലാക്കണം? ഉമ്മച്ചി നമ്മളെ വെറുതെ പ്രസവിച്ചതാണോ? തേങ്ങ പറിച്ചിട മാതിരി പറിച്ചതാണോ? അല്ല, നമ്മൾ പ്രയാസപ്പെട്ട് 10 മാസം നമ്മളെ പള്ളിയിൽ ഇങ്ങനെ ഏറ്റി നടന്ന് പ്രസവിച്ചതാണല്ലേ. അപ്പോൾ നമ്മൾ ഉമ്മച്ചിനോട് അനുസരണ കാണിക്കുകയും അവരെ സഹായിക്കുകയും അവരെ വലുതായാൽ നമ്മൾ അവരെ നോക്കുകയൊക്കെ ചെയ്യണമല്ലേ? ഓക്കെ, നിങ്ങൾ നോക്കും, എനിക്കറിയാം നിങ്ങൾ നല്ല കുട്ടികളാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം ഉണ്ടോ? ആരാധനക്ക് അർഹൻ ആരാണ്? ആരാധനക്ക് അർഹനാരാ? അല്ല, എന്താ മക്കളെ ആരാധന എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഉമ്മച്ചി എന്ത് ചെയ്യും? ഷോപ്പിങ്ങിനും മറ്റൊക്കെ പോകുമ്പോൾ നല്ല ചുരിദാറോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകാണ്ട് പോവും. പക്ഷെ ഉമ്മച്ചി അല്ലേ ഒരു പായൊക്കെ വിരിച്ച് ഒരു വെള്ള കുപ്പായൊക്കെ ഇട്ടുകാണ്ട് അല്ലേ അടങ്ങി ഒതുങ്ങി കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കണ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഉമ്മച്ചിൻ്റെ കൂടെ അങ്ങനെ നിൽക്കലുണ്ടോ? എന്താണ് അതിന് പറയുക? നിസ്കാരം എന്നല്ലേ അതിന് പറയുക അല്ലേ? നിസ്കാരം. ആ നിസ്കാരം എന്താണ്? ആരാധനയാണ് അല്ലേ? അതുപോലെ നിങ്ങൾ റമദാൻ മാസം നിങ്ങൾ കേട്ടുകണോ? റമദാൻ മാസം വരുമ്പോൾ നമ്മൾ സാധാരണ രാവിലെ ചായ കുടിക്കണ പോലെ ഉമ്മച്ചി ചായ കുടിക്കലുണ്ടോ? ഉച്ചയ്ക്ക് ചോറ് വയ്ക്കലുണ്ടോ? വൈകുന്നേരം ചായ കുടിക്കലുണ്ടോ? ഇല്ല.
അല്ലേ? സുബഹിൻ്റെ നേരത്ത് ഉമ്മച്ചി കുറച്ച് ചോറ് കഴിച്ചു. എന്നിട്ട് പിന്നെ എപ്പോഴാണ് ഉമ്മച്ചി ചോറ് കഴിച്ചാൽ ഉമ്മച്ചി ഉപ്പച്ചി നമ്മുടെ കാക്കമാരൊക്കെ എപ്പോഴാണ് പിന്നെ ചോറ് കഴിച്ചിരുന്നോ? മഗ്‌രിബ് ബാങ്ക്. നമ്മൾ രാത്രി ഇങ്ങനെ സൂര്യൻ്റെ ലൈറ്റൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രാത്രി ഇങ്ങനെ വരുമ്പോൾ പള്ളിക്ക് ഒരു ബാങ്ക് ഇങ്ങനെ കൊടുക്കൂലേ? അതിനാണ് മഗ്‌രിബ് ബാങ്ക് എന്ന് പറയാം. ആ ബാങ്ക് കൊടുക്കുമ്പോഴാണ് പിന്നെ ഒരു ഭക്ഷണം കഴിക്കുക റമദാൻ മാസത്തിൽ. നിങ്ങളതിനെക്കുറിച്ചൊക്കെ കേട്ടേക്കോ? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറേ അപ്ഡേറ്റഡ് ആയ കുട്ടികളാണ്, നിങ്ങൾക്ക് ഒക്കെ അറിയേക്കും അല്ലേ? എന്താണ് അതിന് പറയാമെന്നോ? അതിന് നോമ്പ് എന്നാണ് പറയുക. അപ്പോൾ ഈ നിസ്കാരം, ഈ നോമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ ഉമ്മച്ചി മഗ്‌രിബ് ബാങ്ക് കഴിഞ്ഞാലേ നമ്മളെല്ലാം നല്ല ഉമ്മച്ചിയാരും കുറച്ചൊക്കെ കട്ടിയുള്ളൊരു പുസ്തകം എടുത്തുകൊണ്ട് ഇങ്ങനെ വായിക്കലില്ലേ? സാധാരണ പുസ്തകമല്ല കേട്ടോ. എന്താണെന്ന് അതിന് പറയാ? ഖുർആന്. എന്താ പൈമല്ലേ വ്യത്യാസം എന്നോ? അതെ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ അത് ഓതലില്ലേ നമ്മളുമ്മച്ചി? നിസ്കരിക്കലില്ലേ ഉമ്മച്ചി? നോമ്പ് നോൽക്കലില്ലേ ഉമ്മച്ചി? അതിനാണ് ആരാധന എന്ന് പറയാം. അല്ല, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്? ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്? ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണോ? ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ്? ആൾക്കാർ കണ്ടെഴുതിയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ടോ? ഇല്ല. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നോ? നമ്മുടെ ഉമ്മച്ചി ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നോ? നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടതെന്നോ? അള്ളാഹുവിന് വേണ്ടി. അള്ളാഹുവാണ് നമ്മുടെ ആരാധനക്ക് അർഹൻ. കാരണം എന്താണെന്നോ? നമുക്കൊക്കെ നൽകിയത് ആരാണ്? അള്ളാഹുവാണ്. നമുക്ക് ഉപ്പച്ചിന് നൽകിയത് ആരാ? അള്ളാഹു. ഉമ്മച്ചിന് നൽകിയത് ആരാണ്? അള്ളാഹു. നമുക്ക് കൈ നൽകിയത് ആരാണ്? അള്ളാഹു. നമുക്ക് കൈ ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് ചോറ് വെച്ചാൻ വയ്ക്കണത്? നമുക്ക് കാല് അള്ളാഹു തന്നതുകൊണ്ടല്ലേ നമുക്ക് നടക്കാൻ വയ്ക്കണത്? നമുക്ക് അള്ളാഹു കണ്ണ് നൽകിയതുകൊണ്ടല്ലേ നമുക്ക് നമ്മുടെ ഉമ്മച്ചിനെയും നമ്മൾ ടൂറ് പോയ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റണത് അല്ലേ? അങ്ങനെ എല്ലാം നോക്കി നമുക്ക് ആരാ തന്നത്? അള്ളാഹുവാ തന്നത്. അപ്പോൾ നമുക്ക് അള്ളാഹിനോട് കുറച്ച് നന്ദി വേണ്ടേ? ആ നന്ദിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത് അല്ലേ? ഇതിന് ആരാധന എന്ന് പറയും. ഇതാർക്ക് വേണ്ടിയിട്ട് ചെയ്യണത്? ഇതിനാരാണ് അർഹൻ? നിങ്ങൾ പറഞ്ഞു. എന്താണ്? അള്ളാഹു. ആരാധനക്ക് അർഹൻ ആരാണ്? അള്ളാഹു കേട്ടോ. ഇനി 4ാമത്തെ ചോദ്യം നിങ്ങളവിടെ വിരൽ വെച്ചോളി, വായിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം? അല്ല, എന്താ നമ്മുടെ മുത്തനബിൻ്റെ പേര്? എന്താ പേര്? നിങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത് നിങ്ങൾ? മുഹമ്മദ് നബി. നിങ്ങളിൽ ആർക്കൊക്കെയാണ് മുഹമ്മദ് എന്നുള്ള പേരില്ലവർ? മുഹമ്മദ് എന്ന് പേരില്ലവർ മുഹമ്മദ് എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് എത്ര ആൾക്കും മുഹമ്മദ് എന്ന് പേരുണ്ട് നോക്കട്ടെ കേട്ടോ. അല്ല, നമ്മുടെ മുഹമ്മദ് നബിൻ്റെ പേര് നമ്മളങ്ങനെ വെറുതെ പറയാൻ പറ്റുമോ? നമ്മളെ എളാപ്പാൻ്റെ കുട്ടിയല്ലല്ലോ അല്ലേ? നമ്മുടെ സുഹൃത്തൊന്നുമല്ലല്ലോ. അല്ല, ഈ ലോകം ഉണ്ടല്ലോ, ഈ ലോകം തന്നെ അള്ളാഹു ഉണ്ടാക്കിയതേ നമ്മുടെ മുത്തുനബിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ മുഹമ്മദ് നബിൻ്റെ പേര് കേൾക്കുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? നിങ്ങൾ പറയും. എന്താ ചൊല്ലുക? സ്വലാത്ത് ചൊല്ലണ്ടേ? നിങ്ങൾ ചൊല്ലലില്ലേ? ചൊല്ലൽ മറക്കലുണ്ട്. ഇന്ന് മുതൽ ചൊല്ലണം കേട്ടോ. എന്താ ചൊല്ലുക? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് നമ്മൾ സ്വലാത്തല്ല. പക്ഷേ നബിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചൊല്ലണം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചൊല്ലുക? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നിങ്ങൾ ഉസ്താദിന് പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോ. ഇങ്ങനെ നമ്മൾ പറയണം. അങ്ങനെ പറഞ്ഞാൽ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗത്തിൽ നിന്നുണ്ടല്ലോ മുത്തുനബിൻ്റെ കൂടെ സ്വർഗത്തിൽ കഴിയാം. ഇല്ലെങ്കിലോ നമ്മൾ ഇബ്ലീസിൻ്റെ കൂടെ നരകത്തിൽ കഴിയേണ്ടി വരൂലേ? നരകത്തിൽ തീയല്ലേ? അള്ളാഹു നമ്മെ മുത്തുനബിൻ്റെ കൂടെ സ്വർഗത്തിലാക്കട്ടെ കേട്ടോ. മാത്രമല്ലേ, മുത്തുനബിൻ്റെ പേര് കേട്ടിട്ടേ മുത്തുനബിൻ്റെ മുഹമ്മദ് നബി എന്നുള്ള പേര് കേട്ടിട്ടേ നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിലേ ഓലെക്കുറിച്ച് മുത്തുനബി എന്താ പറഞ്ഞതെന്നോ? ഓലാണ് ലോകത്തിൽ ഏറ്റവും വലിയ പിശുക്കെന്ന. പിശുക്കന്മാരാർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ? അല്ലേ? ഇല്ലല്ലോ. പിശുക്കന്മാർ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. എന്താ പിശുക്കെന്ന് പറഞ്ഞാൽ? ആർക്കും ഒന്നും കൊടുക്കാത്ത ആളെ നമ്മൾ പിശുക്കെന്ന് പറയാം. എന്നാൽ പിശുക്കന്മാരിൽ ഏറ്റവും ടോപ്പ് പിശുക്കനാരാ? ഏറ്റവും മോശപ്പെട്ട പിശുക്കനാരാണ്? നമ്മുടെ മുത്തുനബിൻ്റെ പേര് കേട്ടിട്ടേ സ്വലാത്ത് ചൊല്ലാത്ത ആളാണ്. അതുകൊണ്ട് നമ്മൾ മുഹമ്മദ് നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നു പറയണം അല്ലേ? ഇനി മക്കളെ 5ാമത്തെ ചോദ്യം അവിടെ വിരൽ വെച്ചോളി, ഉസ്താദ് വായിച്ചു തരാം കേട്ടോ. നമുക്ക്
പുസ്തകം വാങ്ങിത്തരുന്നു ആര്? നമുക്കാരാ പുസ്തകം വാങ്ങിത്തരുന്നത്? ആരാ വാങ്ങിത്തരുന്നത്? നിങ്ങൾ ഉത്തരം പറയും. നിങ്ങൾക്ക് ആ വ്യക്തിനോട് നല്ല സ്നേഹം ഉണ്ടാവും. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾ. ആരാ പുസ്തകം വാങ്ങിത്തരുന്നത്? നിങ്ങൾ പറഞ്ഞോ. ആരാണ്? ഉപ്പച്ചി. അവിടെ നമ്മൾ എന്ത് എഴുതേണ്ടത്? ഉപ്പ ആണോ? പിതാവ് എന്ന് എഴുതണം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. എന്താ എഴുതേണ്ടത്? പിതാവ്. അല്ലെങ്കിൽ നിങ്ങൾ ഉസ്താദിനോട് എന്ത് പറഞ്ഞാൽ മതി? പിതാവ് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ പിതാവിനെ, അതായത് ഉപ്പച്ചിന് ഇഷ്ടമാണോ? ഉപ്പച്ചിന് ഇഷ്ടപ്പെടണം. എല്ലാവരും ഉപ്പച്ചിനെ ഇഷ്ടപ്പെടണം. കാരണം എന്താണെന്നോ? ഉപ്പച്ചി ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ രാവിലെ ഉറങ്ങി നീച്ചുമ്പോഴത്തേന് ഉപ്പച്ചി സ്ഥലം കാര്യമാക്കി വെക്കും. ഉപ്പച്ചി എങ്ങോട്ടോ പോയേക്കും. പിന്നെ ചിലപ്പോൾ രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ടേ കാര്യം ചിലപ്പോൾ ഉപ്പച്ചി വരിക. ഉപ്പച്ചി അതോളം എവിടെയായിരുന്നു? ഉപ്പച്ചി വെയിലും മഴയും ഒന്നും നോക്കാതെ പണിക്ക് പോയേക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾക്ക് പുസ്തകം വാങ്ങാൻ, ഐസ്ക്രീം വാങ്ങാൻ, ഉമ്മച്ചിക്ക് ഡ്രസ്സ് വാങ്ങാൻ, നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങാൻ, കറണ്ട് ബില്ല് അടക്കാൻ, നിങ്ങൾക്ക് ലൈറ്റ് കത്തിച്ചാൻ, ആ ലൈറ്റത്ത് നിങ്ങൾക്ക് പഠിച്ചാൻ അല്ലേ? അതിനൊക്കെ പൈസ വേണ്ടേ അല്ലേ? ഉപ്പച്ചി പണിക്ക് പോയത് ഉപ്പച്ചിക്ക് മാത്രം ഭക്ഷണം കഴിക്കാനാണോ? അല്ല, ഇങ്ങൾക്കും ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഇമ്മമാക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ പോണത് ആരാണ്? ഉപ്പച്ചിയാണ്. ആ ഉപ്പച്ചിയാണ് നമുക്ക് പുസ്തകം വാങ്ങിത്തരുന്നത്. അതുകൊണ്ട് ഉപ്പച്ചിനെ നമ്മൾ അനുസരിക്കണ്ടേ? ഉപ്പച്ചി എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അനുസരിച്ചിട്ട് അത് പ്രകാരം ഉപ്പച്ചിനെ സ്നേഹിക്കണ്ടേ? നിങ്ങൾ ഉപ്പച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ? ആരൊക്കെ ഉപ്പച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ട്? ഉപ്പച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോല് എന്താണ് പ്രാർത്ഥിക്കൽ എന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആരതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് നോക്കട്ടെ കേട്ടോ. ഇനി മക്കളെ, നമ്മുടെ 6ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെന്ത്? നമ്മുടെ മുത്തുനബിൻ്റെ പേരെന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? മുഹമ്മദ്. എന്താ പേര്? മുഹമ്മദ്. മുഹമ്മദ്. കറക്റ്റായിട്ട് പറയേണ്ട, പ്രത്യേകം എവിടെ ശ്രദ്ധിക്കേണ്ടതെന്നോ? പറയുമ്പോഴാണ്. എവിടുന്ന് വരുന്നത്? നമ്മുടെ തൊണ്ടല്ലേ? തൊണ്ടയിലെല്ലാവരും ഒന്ന് വിരൽ വെച്ചാണ് ആ തൊണ്ടൻ്റെ മധ്യഭാഗത്ത് നിന്ന്, അഥവാ വസ്തുൽ ഹൽക്ക് എന്ന് പറയും. അവിടുന്നാണ് എന്ത് വരുന്നത്? വരുന്നത്. നമ്മൾ അച്ചാറൊക്കെ രുചിക്കുന്ന പോലെ അങ്ങനെ നമ്മൾ മുഹമ്മദ് എന്ന് പറയണം കേട്ടോ. എന്താ അതിൻ്റെ അർത്ഥം എന്നോ? സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. എന്താണ് അർത്ഥം? സ്തുതിക്കപ്പെട്ടവൻ. അതൊരു വലിയ ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അത് പോട്ടെ. ഇനി മക്കളെ, 7ാമത്തെ ചോദ്യം ഉണ്ടോ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എവിടെയാണ്? എവിടെ മുത്തുനബി ജനിച്ചത്? നിങ്ങളൊക്കെ എവിടെ ജനിച്ചത്? നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ജനിച്ചത് എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ആരൊക്കെ ഒരേ സ്ഥലത്ത് ജനിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഞാനേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ജനിച്ചത്. നിങ്ങളെവിടെയൊക്കെയാണ് ജനിച്ചത്? അത് പോട്ടെ, നമ്മുടെ മുത്തുനബി എവിടെ ജനിച്ചത്? നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞു അല്ലേ? എവിടെയാണ്? മക്ക അല്ലേ? എവിടെയാണ് മുത്തുനബി ജനിച്ചത്? മക്കത്ത് അല്ലേ? ഇനി നമ്മൾ 8ാമത്തെ ചോദ്യം ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നിങ്ങൾ വിരൽ വെച്ചില്ലേ അവിടെ? 8ാമത്തെ ചോദ്യത്തിൻ്റെ അവിടെ വിരൽ വെച്ചില്ലേ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ പേരെന്താണ്? മുത്തുനബിൻ്റെ ഉപ്പച്ചിൻ്റെ പേര് എന്താണ്? ഉപ്പച്ചിൻ്റെ പേരെന്താ? ഓരോരുത്തരും ഉപ്പച്ചിൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ടോ. എന്നിട്ട് നമുക്ക് മുത്തുനബിൻ്റെ ഉപ്പച്ചിൻ്റെ പേരും ഉപ്പച്ചിൻ്റെ പേരും ആരതൊക്കെ ഒരേപോലെ ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ. മുത്തുനബിൻ്റെ ഉപ്പച്ചിൻ്റെ പേരെന്താണോ? പിതാവിൻ്റെ പേരെന്താണോ? അബ്ദുള്ള. എന്താണ്? അബ്ദുള്ള. പിന്നെ അല്ലാഹി. അബ്ദു അല്ലാഹി. അത് കൂട്ടി പറയുമ്പോൾ എന്താ പറയാന്നോ? അബ്ദുള്ള. നമ്മളെ പറയുമ്പോഴേ അദ്ദു എന്നാ പറയാം അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ ഈ ഒരു മഹനീയ പേരിലവരുണ്ട്. പക്ഷെ അവരൊക്കെ എന്താ വിളിച്ചാന്നോ? അദ്ദു എന്നാ വിളിച്ച? അങ്ങനെയാണോ? അബ്ദു എന്നാണ്. ഐനാണ് കേട്ടോ മക്കളെ. ഐനിന് ഫത്ത്. ഐന് എവിടുന്നാണ് വരുന്നത്? നമ്മുടെ തൊണ്ടൻ്റെ മധ്യഭാഗത്ത് നിന്ന്, നടൂന്ന്, അവിടുന്ന് തന്നെ വരുന്നത്. അബ്ദു കേട്ടോ. അബ്ദുള്ള എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നോ? അള്ളാഹുവിൻ്റെ അടിമ എന്നർത്ഥം കേട്ടോ മക്കളെ. ഇനി ബാക്കിയുള്ള എല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് പഠിച്ചു പോയാലോ?
മക്കളെ ഇനി ബാക്കിയുള്ള എല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് പഠിച്ചു പോയാലോ? നമ്മൾ മോഡൽ പേപ്പറുള്ളത് മാത്രം പഠിച്ചാൽ നമുക്ക് ഫുള്ള് കിട്ടൂല കേട്ടോ. നമ്മുടെ നബിയുടെ പേരെന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ പറഞ്ഞു അല്ലേ. നബിയുടെ മാതാവിൻ്റെ പേര്, അതായത് നബിയുടെ ഉമ്മച്ചിൻ്റെ പേരെന്താ? ആമിന ബീവി. എന്താണ്? ആമിന ബീവി. നബിയുടെ പിതാവിൻ്റെ പേര് നമ്മൾ പറഞ്ഞു അബ്ദുള്ള. നബി ജനിച്ച സ്ഥലം നമ്മൾ പറഞ്ഞു മക്ക. നബി വഫാത്തായത് അഥവാ നമ്മുടെ നബി മരണപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ്? മദീന. മദീനയിൽ വെച്ചിട്ടാണ് പുണ്യ നബി വഫാത്തായത്. അവിടെയാണ് നബി തങ്ങളുടെ ഖബറുള്ളത്. നമ്മൾ സാധാരണ ഖബർ എന്ന് പറഞ്ഞാൽ പോരാ, മക്ബറയുള്ളത്. അല്ലാഹു തആല ആ മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്ത് പുണ്യ നബിയുടെ ബറക്കത്ത് നേടാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ആരെങ്കിലും പുണ്യ നബിയുടെ മക്ബറയിൽ റൗളയിൽ പോയിക്കണോ? പോയവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടി തൗഫീക്ക് ഞങ്ങൾ ദുആ ചെയ്യും കേട്ടോ. നബിയുടെ ഗോത്രം ഏതാണ്? ഖുറൈശ്. ഏതാണ്? ഖുറൈശ്. നബിയുടെ വംശം ഏതാണ്? ഹാഷിം. അപ്പോൾ ഗോത്രം ഖുറൈശ്, വംശം ഹാഷിം. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠര് നമ്മൾ പറഞ്ഞാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു ഏത് വയസ്സിൽ? 40-ാം വയസ്സിൽ. നുബുവത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ വിരൽ വെച്ചിക്കണോ? നമ്മളൊപ്പം വരുന്നില്ലേ? ഞാൻ ഈ ടൈം നീളണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. നുബുവത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചത് 40-ാമത്തെ വയസ്സിലാണ്. ഉദാഹരണമായിട്ട് നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറില്ലേ? ടീച്ചർ ചെറിയ കുട്ടിയായപ്പോൾ ടീച്ചർ ചെയ്യുന്നോ? അല്ലല്ലോ. ടീച്ചർ പിന്നെ കുറേ പഠിച്ച് റെഡിയായി BEdഉം TTC ഒക്കെ കഴിഞ്ഞിട്ട് അല്ലേ, അങ്ങനെയല്ലേ ടീച്ചറായിട്ട് വരുന്നത്? അതിന് ശേഷമല്ലേ നമ്മൾ ടീച്ചറേ എന്ന് വിളിക്കൽ തുടങ്ങിയത് അല്ലേ? എന്നതുപോലെ പുണ്യനബിക്ക് പ്രവാചകത്വം കിട്ടിയത് എത്രാമത്തെ വയസ്സിലാണ്? 40-ാമത്തെ വയസ്സിലാണ്. പക്ഷേ പുണ്യനബി ചെറുപ്പത്തിലൊരു നബിയാണ്, 40-ാമത്തെ വയസ്സിൽ നബിയാണ്, വഫാത്ത് ആയപ്പോഴും നബിയാണ്. പക്ഷെ ആ ഒരു പദവി ഔദ്യോഗികമായിട്ട് കിട്ടിയത് എത്രാമത്തെ വയസ്സിലാണ്? 40-ാമത്തെ വയസ്സിലാണ് കേട്ടോ. നബി വഫാത്തായത് എത്രാമത്തെ വയസ്സിലാണ്? 63-ാമത്തെ വയസ്സിലാണ്. 63-ാമത്തെ വയസ്സിലാണ് പുണ്യനബി മരണപ്പെട്ടത്. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാണ്. ഏതാ? പുണ്യനബി മരണപ്പെട്ടത് 63 വയസ്സ് ആയപ്പോഴാണ്. അഥവാ നമ്മൾ സാധാരണ പോലെ മരണപ്പെട്ടത് എന്ന് പറയാൻ പാടില്ല. എന്താ പറയേണ്ടത്? നബി വഫാത്തായത് എന്നാണ് പറയാം കേട്ടോ. നബിയിലെ ഏറ്റവും മഹാനായ വ്യക്തി. അതുകൊണ്ട് നമ്മൾ സാധാരണ പോലെ മരണപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വീട്ടിലൊരു പൂച്ച, ആ പൂച്ച നമ്മൾ മരണപ്പെട്ടു എന്ന് പറയാം, ചത്തു എന്ന് പറയാം. ചത്തു എന്നല്ലേ സാധാരണ പറയാം. അത് പൂച്ച അങ്ങനെ പറയാം, പ്രത്യേകിച്ച് കുഴപ്പമില്ല. നമ്മൾ പൂച്ചനെ അവഹേളിക്കൊന്നുമില്ല. എന്നാൽ മനുഷ്യന്മാരെ നമ്മൾ മനുഷ്യൻ ചത്തു എന്ന് പറയുമോ? ഇല്ല, നമ്മൾ മരണപ്പെട്ടു എന്ന് പറയും. എന്നാൽ മുത്തുനബിനെ നമ്മൾ മരണപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് പറയണം? വഫാത്തായി എന്ന് പറയണം കേട്ടോ. നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും അല്ലേ. ഇനി മക്കളെ, നമ്മെ സൃഷ്ടിച്ചത് ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചു, അള്ളാഹു. ആരാധനക്ക് അർഹൻ ആരാണ്? അള്ളാഹു. നേരത്തെ പഠിച്ചു അല്ലേ. എല്ലാം പഠിച്ചവൻ ആരാ? നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതുപോലെ ഈ ലോകത്തുള്ള എല്ലാതും ഉണ്ടാക്കിയത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു നമ്മളെ ഉമ്മച്ചിക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ഉമ്മച്ചിയൊക്കെ വൈകുന്നേരമായ ഒരു ബുക്ക് ഓതൂലേ? അത് അള്ളാഹു പറഞ്ഞതല്ലേ. എന്താണ് അതിൻ്റെ പേര്? ഖുർആൻ അല്ലേ. ആ ഖുർആന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളല്ലേ. അതിൽ അള്ളാഹു പറഞ്ഞിക്കണ്, അള്ളാഹു എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അതിനോട് അള്ളാഹു പറയും കുൻ ഫയക്കൂൻ, ഉണ്ടാകുക എന്ന് പറയും. അപ്പോൾ അത് ഉണ്ടായിത്തീരും. അള്ളാഹു അങ്ങനെയാണ് ഈ ഭൂമിയും സ്വർഗവും നരകവും ആകാശവും കടലും പൊയ്യും മരവും എല്ലാം അള്ളാഹു ഉണ്ടാക്കിയതാ. അള്ളാഹു അല്ലാതെ വേറെന്തെങ്കിലും ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടാക്കിയേക്കണോന്ന് അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ടാക്കിയത് ആരാണ്? എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹുവാണ്. പിന്നെ നമുക്ക് ഉണ്ടാക്കാം എന്തൊക്കെ? നമുക്കൊരു ബൈക്ക് ഉണ്ടാക്കാം, കാറുണ്ടാക്കാം അല്ലേ, നമുക്കൊരു വീടുണ്ടാക്കാം. അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ കഴിവ് കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിന്ന് അള്ളാഹു പടച്ച സാധനങ്ങൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കാം. നമ്മളെങ്ങനെ വീടുണ്ടാക്കണത് അല്ലേ? നമ്മളതിലേക്ക് പാറക്കല്ലും പാറക്കോറികളൊക്കെ അല്ലേ
അതിൽ നിന്നൊക്കെ പൊട്ടിച്ചുകൊണ്ട് കല്ലെടുത്തിട്ട് നമ്മൾ ആ വീടിന് തറ കെട്ടും, അല്ലേ? പാറക്കോറി ഉണ്ടാവും. ആ കോറിയിൽ നിന്ന് കല്ലൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ അതുകൊണ്ട് തറ കെട്ടും. ആ കല്ലിൻ്റെ കോറി അത് ആരുണ്ടാക്കിയതാ? അള്ളാഹു ഉണ്ടാക്കിയതാണ്. പിന്നെ നമുക്ക് വീടുണ്ടാക്കാൻ പ്രധാനമായിട്ട് എന്ത് വേണം? മണൽ വേണം. ആ മണൽ പുഴയിൽ കൊണ്ടുവന്നത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവാണ് ആ മണലിനെ ആ രൂപത്തിൽ നമുക്ക് വീടൊക്കെ തേക്കാൻ പറ്റിയ രൂപത്തിലാക്കി മാറ്റിയത്. പിന്നെ ആ മണൽ പുഴയിൽ നിന്ന് വാരി കൊടുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് തേച്ച് പിടിപ്പിച്ച് വീടാക്കിയിട്ട് മാറ്റാം, അല്ലേ? അല്ലാതെ മണൽ നമ്മൾ ഉണ്ടാക്കിയതാണോ? പാറക്കല്ലുകൾ, വെട്ടുകല്ലുകൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല. അള്ളാഹു ഉണ്ടാക്കിയ സംഗതികളൊക്കെ കൂട്ടിപ്പടുത്തുകൊണ്ട് നമുക്ക് വീടുണ്ടാക്കാം, കാറുണ്ടാക്കാം, കുറേ സംഗതികൾ ഉണ്ടാക്കാം. അല്ലാതെ നമുക്കൊന്നും പുതിയതായിട്ട് ഉണ്ടാക്കാൻ കഴിയൂല. എല്ലാം പഠിച്ചതാരാണ്? അള്ളാഹുവാണ്. എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ്, അല്ലേ? എല്ലാ ജീവികൾക്കുള്ള ആഹാരം അള്ളാഹു ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നും, അല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു വലിയ കല്യാണം ഉണ്ടായാൽ, അല്ലേ, ഒരു വലിയ താത്താൻ്റെയും ഒരു കാക്കാൻ്റെയും കല്യാണം ഉണ്ടായാൽ അവിടെ കുറേ ആൾക്കാർക്ക് ചോറൊക്കെ കൊടുക്കുമല്ലോ, അതിപ്പോൾ അള്ളാഹു കൊടുക്കുന്നതല്ലല്ലോ, അല്ലേ? അത് ആ പെരീത്തോലുണ്ടാക്കി കൊടുക്കുന്നതല്ലേ എന്നൊക്കെ നമ്മൾ കരുതും. അങ്ങനെയാണോ? അല്ല. ഒരു നേരിട്ട് ആകാശത്ത് നിന്ന് പറിച്ചെടുത്തതാണോ ആ ചോറ്? അല്ല. അത് അള്ളാഹു മഴ വർഷിപ്പിച്ചു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കണ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ഖുർആൻ ഉണ്ടല്ലോ, അത് അള്ളാഹു പറഞ്ഞിരിക്കണ്, അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു, അല്ലേ? മഴ പെയ്യൂലേ? ആ മഴ കാരണമായിട്ട് നമ്മുടെ ഭൂമിയിൽ വിത്തുകളും മറ്റൊക്കെ മുളച്ച് അതിൽ നിന്ന് അരിയും മറ്റൊക്കെ ഉണ്ടായി. ആ അരി ആൾക്കാർ, മനുഷ്യന്മാർ പറിച്ചെടുക്കും, കൊയ്തെടുക്കും. പിന്നെ അത് ലോറികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ ചെയ്യും. എന്നിട്ട് അത് കടകളിലെത്തും, അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരും. അതിക്ക് വേണ്ട സാധനങ്ങൾ വേറെ കടയിൽ നിന്ന് വാങ്ങും, ഒക്കെ പാടെ കൂട്ടും. ഒരു പണ്ടാരിനെ വിളിച്ചു, അഥവാ ചോറ് വെക്കാനുള്ള ആളെ വിളിക്കും, അയാൾക്ക് പൈസ കൊടുക്കും. എന്നിട്ട് അത് ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് ടേബിളൊക്കെ വെച്ച് അതിലേക്കുള്ള വിരികളും പ്ലേറ്റൊക്കെ വെച്ച് ആൾക്കാർക്ക് അതിലേക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കും. അതല്ലേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലേ? അതിനു മുമ്പ് അതെല്ലാം സജ്ജീകരിക്കുന്നത് ആരാണ്? എല്ലാം ഇങ്ങോട്ട് എത്തിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ എല്ലാ ജീവികൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ്. നമുക്ക് വിചാരിച്ചാൽ കഴിയോ? നമ്മൾ ഒരു ദിവസം ലോകത്ത് എല്ലാവർക്കും ഭക്ഷണം നൽകാൻ തീരുമാനിച്ചാൽ കഴിയോ? ഇല്ല, ഒരിക്കലും. ലോകം ഭരിച്ച ഭരണാധികാരി നമ്മൾ സുലൈമാൻ നബി. സുലൈമാൻ നബി ലോകം ഭരിച്ച ലോക രാജാവായിരുന്നു. ഒരിക്കൽ സുലൈമാൻ നബി അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ ലോകത്തുള്ള എല്ലാവർക്കും ഒരു ദിവസം ഭക്ഷണം കൊടുത്തു നോക്കട്ടെ. അള്ളാഹു പറഞ്ഞു, സുലൈമാൻ നബിയെ, നിങ്ങൾക്ക് അതിന് കഴിയൂല, എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് നോക്കട്ടെ പറഞ്ഞു സുലൈമാൻ നബി. പക്ഷേ സുലൈമാൻ നബി മാക്സിമം എല്ലാവർക്കും കൊടുക്കാൻ നോക്കി. പക്ഷേ എത്തിക്കാൻ കഴിഞ്ഞില്ല. എവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല? കടലിൻ്റെ ഇടയിൽ പാറൻ്റെ ഉള്ളിലൊക്കെ ഉള്ള പുഴുക്കൾ അല്ലെങ്കിൽ മീനുകൾ, അങ്ങനെ എന്തോ ഒരു സംഗതിക്ക് ഭക്ഷണം എത്തിക്കാൻ സുലൈമാൻ നബിക്ക് കഴിഞ്ഞില്ല എന്നാണ്, അല്ലേ? നമ്മൾ കാണുന്ന മനുഷ്യന്മാർ മാത്രമാണോ? നമ്മൾ കാണുന്ന ജീവികൾ മാത്രമാണോ? എത്ര തരം ചെറിയ ജീവികളുണ്ട്, നമ്മളിതുവരെ നേരിട്ട് കാണാത്ത എത്ര ജീവികളുണ്ട്. അങ്ങനെ ഓരോ ചെറിയ ജീവികൾക്ക് പോലും ഭക്ഷണം നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ്. നമുക്കത് ആലോചിക്കാൻ പോലും കഴിയൂല. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെടണ്ടേ? അള്ളാഹിനെ ആരാധിക്കണ്ടേ? അള്ളാഹിനെ വിശ്വസിക്കണ്ടേ? വേണം. നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? അള്ളാഹുവാണ്, അല്ലേ? അത് വേറൊരാൾക്കും കഴിയില്ല. വേണമെങ്കിൽ റോബോട്ടിനൊക്കെ ഉണ്ടാക്കാം, അല്ലേ? റോബോട്ടിനൊക്കെ ഇപ്പോൾ ഉണ്ടാക്കലുണ്ട്, അല്ലേ? പ്രതിമ ഉണ്ടാക്കും, റോബോട്ടിനൊക്കെ ഉണ്ടാക്കലുണ്ട്. പക്ഷെ ജീവൻ നൽകാൻ കഴിയുമോ? ജീവൻ പിടിച്ചു നിർത്താൻ കഴിയുമോ? ഇല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള മരണം ചിലപ്പോൾ ഒരു ഡാൻസറുണ്ട്. നിങ്ങൾ കേട്ടുക്കണോ? മൈക്കൽ ജാക്സൺ കേട്ടുക്കണോ? അദ്ദേഹത്തിൻ്റെതായിരുന്നു എന്നാണ് കേൾവി. അദ്ദേഹം മരണപ്പെട്ട ആ സമയത്ത് അദ്ദേഹമാണ് കാര്യമായിട്ടുള്ളൊരു സെലിബ്രിറ്റി. ഇന്നിപ്പോൾ ഫോണിലൊക്കെ സെലിബ്രിറ്റിയായി മാറിയാണ്. അതുകൊണ്ട് പിന്നെ അതിന് വലിയ വാല്യൂ ഇല്ലാതെ ആയിപ്പോയി. അന്ന് അദ്ദേഹം ഒരു മൂൺ വാക്ക് എന്നുള്ള ഡാൻസിലൂടെ പ്രശസ്തനായതാണ്. അദ്ദേഹം 50ാമത്തെ വയസ്സിലേക്ക് തോന്നുന്നത് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് 150 വർഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ കേട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, ആരോഗ്യം,
അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ഒരുപാട് ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ ആ ഭക്ഷണത്തിൽ അണുക്കളില്ലാക്കാൻ വേണ്ടിയിട്ട്. വേറൊരു തരത്തിലുള്ള രോഗവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് 150 കൊല്ലം ജീവിക്കണം. അതിനുവേണ്ടി അദ്ദേഹം മാക്സിമം ആരോഗ്യം ശ്രദ്ധിച്ചു പോന്നു. പക്ഷേ 50-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ഒരു ഡോക്ടർമാർക്കും അദ്ദേഹത്തിൻ്റെ ജീവൻ എത്ര പൈസ കൊടുത്തിട്ടും പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അപ്പം നമ്മളെ മരിപ്പിക്കുന്നത് ആരാണ്? ജീവൻ എടുക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. നമ്മളെ ജനിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. വേറെ ഒരാൾക്കും ജീവൻ നൽകാൻ കഴിയൂല. ഞാൻ പറഞ്ഞല്ലോ, റോബോട്ടിനുണ്ടാക്കാം, നിങ്ങൾക്ക് ബൊമ്മക്കുട്ടിനെ ഉണ്ടാക്കാം, സൈക്കിൾ ഉണ്ടാക്കാം. ജീവൻ നൽകാൻ ഒരാൾക്കും കഴിയൂല. വേണമെങ്കിൽ ബാറ്ററി ഒക്കെ ഇട്ട് കൊടുത്താൽ പാടുന്ന ബൊമ്മക്കുട്ടിയൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ഉണ്ടാകാത്ത ബൊമ്മക്കുട്ടി അതൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ജീവൻ അല്ലേ? നിങ്ങൾക്ക് ജീവനല്ലേ? നിങ്ങളെ ഉമ്മച്ചിക്കുണ്ട്, ഉപ്പച്ചിക്കുണ്ട് അല്ലേ? പക്ഷെ നിങ്ങളെ ബൊമ്മക്കുട്ടിക്ക് ജീവനുണ്ടോ? നിങ്ങളെ കാറിന് ജീവനുണ്ടോ? ഇല്ല. അത് ബാറ്ററി ഇട്ടാൽ ഓടും, പക്ഷെ അതിന് ജീവനില്ല. അതാരാണ് നൽകുന്നത്? ജീവൻ ആരാണ് നൽകുന്നത്? അള്ളാഹു ആണ്. നമ്മൾ സുലൈമാൻ നബിൻ്റെ ഒരു കാര്യം പറയല്ലേ, സുലൈമാൻ നബി പിന്നെ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. അതേമാതിരി മന്ദബുദ്ധിയായിട്ടുള്ളൊരു രാജാവ് ഉണ്ടായിരുന്നു, ലോകരാജാവ്. അയാളുടെ പേരെന്തിരുന്നോ? നമ്രൂദ് എന്നായിരുന്നു. അദ്ദേഹം നമ്മുടെ ഇബ്രാഹിം നബിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം ബിംബങ്ങളെ ആരാധിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി പിന്നെ അള്ളാഹിനെ ആരാധിക്കുന്ന ആളാണല്ലോ. അപ്പോൾ അത് ഇയാൾക്ക് പറ്റിയില്ല, ഇയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ എന്ത് ചെയ്തെന്നോ, നമ്മൾ ഇബ്രാഹിം നബിനെ വിളിച്ചിട്ട് കുറേ സംസാരിക്കുന്നതിനിടയിൽ ഒരു വിറ്റ് ഉണ്ടായിക്കണം, ഒരു തമാശ ഉണ്ടായിക്കണം. അത് ഇബ്രാഹിം നബി പറഞ്ഞു, അള്ളാഹുവാണ് പിന്നെ എല്ലാവരെയും, ഇപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ, നമ്മൾ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി പറഞ്ഞത് എല്ലാവരെയും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. അതിൽ നമ്രൂദ് പറഞ്ഞു, അതിനിപ്പോൾ എന്താ, സുഖമല്ലേ, എനിക്കും കഴിയും എന്ന് പറഞ്ഞിട്ട് നമ്രൂദ് എന്ത് കാട്ടിയെന്നോ, ഒരാളെ വിളിച്ചു. അയാൾ വിളിച്ചിട്ടാ ഇനി പോയിക്കോ പറഞ്ഞു. ഇനി പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയി. അയാൾ ജീവനും കൊണ്ട് പോയി. വേറൊരാളെ വിളിച്ചു. എന്നിട്ട് അയാളെ കൗത്തന് വെട്ടി, അയാളുടെ പേരടിക്കന് വെട്ടി. പ്രത്യേക തരം സൈക്കോണ് ആര്? നമ്രൂദ്. കൗത്തന് വെട്ടി. സ്വാഭാവികമായിട്ട് ആൾ മരിച്ചു. കൗത്ത് വെട്ടിയാൽ ജീവിച്ചേക്ക് ആൾ അത്ഭുതമൊന്നും ഇവിടെയല്ലോ. കൗത്ത് വെട്ടി ആൾ മരിച്ചു. എന്നിട്ട് നമ്രൂദ് പൊട്ടൻ പറയണേ, ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഒരു ചങ്ങായിനെ വെറുതെ വിട്ടു, ഓൻ ജീവിച്ചു. ഞാൻ ഒരു ചങ്ങായിൻ്റെ കൗത്ത് വെട്ടി, ഓൻ മരിച്ചു. ഇതിനകത്ത് എത്ര പണി? ജീവിപ്പിക്കാനും മരിപ്പിക്കാനൊക്കെ എനിക്കും കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതേമാതിരിയാണോ? അല്ല, അള്ളാഹു ഇല്ലാത്തതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയതാ അല്ലേ? ഉള്ള ജീവൻ ഏത് നിമിഷവും പിടിക്കാനും കഴിയുമാർക്ക് അള്ളാഹുവിന്. അപ്പം നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണ് മക്കളെ? അള്ളാഹു ആണ് അല്ലേ? നമ്മൾ അള്ളാഹ്ക്ക് പൂർണ്ണമായി വിശ്വസിക്കണം. നമ്മൾ എത്ര വലിയ പൈസക്കാരായാലും ഏത് മൈക്രോ സെക്കൻഡിലാണോ നമുക്ക് അള്ളാഹു നമ്മുടെ ആയുസ്, നമ്മുടെ ജീവിതം കണക്കാക്കിക്കണം. ആ സമയത്ത് നമ്മുടെ റൂഹിനെ വലിച്ചൂരി നമ്മളെ മരിപ്പിക്കാൻ ആർക്ക് കഴിയും? അള്ളാഹുവിന് കഴിയും. നമുക്ക് പൈസയൊക്കെ ആവാം അല്ലേ, അതൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് ഞാനൊന്നും പറയില്ല. പക്ഷേ നമുക്കൊരു ഓർമ്മ വേണം, ഏത് നിമിഷവും മരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴും എന്ത് വേണം? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും കൂടുതൽ എന്ത് വേണം? നന്മ വേണം. തിന്മയൊക്കെ ഉണ്ടായിന്ന് പറയുന്നത് നന്മ കൂടുതൽ വേണം. കാരണം എന്താ? ഏത് നിമിഷവും നമ്മെ മരിപ്പിക്കാൻ അള്ളാഹുവിനെ കഴിയും. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തീർക്കട്ടെ. അടുത്ത് കേട്ടോ മക്കളെ, നിങ്ങൾ വിരൽ വെക്കണം കേട്ടോ, വിരൽ വെക്കണ്ടോ? അടുത്തത്, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും ആരാണ്? അതാരാണ്? അള്ളാഹുവാണ് അല്ലേ? അള്ളാഹിൻ്റെ അയിലാറെ കേൾവി, അതേമാതിരി കാഴ്ച, അറിവ്, ഇതാർക്കെങ്കിലും ഉണ്ടോ? അള്ളാഹിലാറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അള്ളാഹിൻ്റെ അത്ര ആർക്കെങ്കിലും ഉണ്ടോ? അതുമില്ല. നമ്മളങ്ങനെയൊന്നും പറയാൻ പാടില്ല. അള്ളാഹിൻ്റെ അതേമാതിരി കാഴ്ചയുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. ഓൻ്റെ കണ്ണുണ്ടല്ലോ, ഓൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണാണ്. അള്ളാഹിൻ്റെ കണ്ണും ഓൻ്റെ കണ്ണൊക്കെ ഒരേപോലെയാണ്. അങ്ങനെ നമ്മൾ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ തന്നെ പറ്റില്ല. അതൊക്കെ അപകടകരമായ വാക്കാണ് കേട്ടോ. അള്ളാഹിൻ്റെ അത്ര കേൾവി ആർക്കുമില്ല, കാഴ്ച ആർക്കുമില്ല, അറിവും ആർക്കുമില്ല. അള്ളാഹ്ക്കാണ് എല്ലാ കാര്യവും അറിയാം. ചിലപ്പോൾ നിങ്ങൾ ചെറുപ്പത്തിൽ പല ആഗ്രഹം ഉണ്ടാവും. ചെറുപ്പത്തിൽ എന്തെങ്കിലും എനിക്ക് ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, പൈലറ്റ് ആവണം. വലുതാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും, ചിലപ്പോൾ ബിസിനസ്മാനേ കയറാം അല്ലേ? ചിലപ്പോൾ വല്ല ഡ്രോപ്പ് ഷിപ്പിങ്ങോ കോഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ആയിരിക്കും. എന്നാൽ ചെറുപ്പത്തിൽ നമ്മൾ ഇതിനെ പറ്റി കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ? അപ്പം നമ്മൾ എന്തായിത്തീരുന്നൊക്കെ ആർക്കറിയും? അള്ളാഹ്ക്കറിയും. നമുക്കൊന്നും അതിനെ പറ്റിയിട്ട് അറിയില്ല. അങ്ങനെ ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ ഉണ്ടാവും, ഇനി എന്തൊക്കെ ഉണ്ടാവും പോകുന്നുണ്ട്
എന്നെല്ലാം ആർക്കറിയും? അള്ളാഹ്ക്ക് അറിയും. അത് വേണ്ട, അള്ളാഹു അതിൻ്റെ അപ്പുറം ഖുർആനിൽ പറഞ്ഞത് എന്തെന്നോ, വമാ തുഖ്ഫി സുദൂർ, നമ്മുടെ മനുഷ്യന്മാരുടെ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള കാര്യങ്ങൾ വരെ ആർക്കറിയും? അള്ളാഹ്ക്കറിയും. ഇപ്പം നമ്മളെ ഉമ്മച്ചിൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഉമ്മച്ചിക്ക് അറിയാം നമ്മളെ മനസ്സിലെന്താ കാര്യം എന്നുള്ളത്? ഇല്ല, അത് ഞമ്മക്കേ അറിയുള്ളൂ. ഞമ്മക്കും അറിയും, അള്ളാഹുക്കും അറിയും. അത് നമ്മളെ ഹൃദയത്തിൽ നമ്മളെ മനസ്സിൽ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ വരെ അള്ളാഹുവിന് അറിയും. അള്ളാഹു അത് കേൾക്കും, അള്ളാഹു അത് കാണും. അല്ലേ? ഇനി അടുത്തത് കേട്ടോ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അല്ലേ, അള്ളാഹു നമുക്ക് നൽകിയ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ മക്കളെ നമ്മൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി റഹ്മാനി റഹീം. നിങ്ങൾ ചൊല്ലലില്ലേ? എന്താ ചൊല്ലുക? ബിസ്മില്ലാഹി റഹ്മാനി റഹീം. നിങ്ങളൊന്നൊപ്പം ചൊല്ലുകയാണെങ്കിൽ ഒപ്പം ചൊല്ലി, ബിസ്മില്ലാഹി റഹ്മാനി റഹീം. നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട, എല്ലാ മക്കളും പതിവായി ചെല്ലണതായിരിക്കും അല്ലേ? നമ്മളത് ചെല്ലണം. കാരണം നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഗതിയാണ് അല്ലേ? ചിലപ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങൾ, നീച്ചാനും വയ്യ, കിടക്കാനും വയ്യ, ഭയങ്കര രോഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രോഗമൊക്കെ ഉണ്ടാവും. പ്രഷർ, ഷുഗർ കേട്ടോ നിങ്ങൾ? ഷുഗറൊക്കെ ഉണ്ടായാലേ പിന്നെ ഒരു മുറിയൊക്കെ ആയാൽ മാറി കിട്ടൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ ഓടി കളിക്കുമ്പോൾ ചിലപ്പോൾ കാൽമ മുറിയാവും അല്ലേ? 2 ദിവസം കഴിഞ്ഞാൽ അത് മാറൂലേ? അങ്ങനെ മാറാത്തവരൊക്കെ ഉണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? ഷുഗറൊക്കെ കയറിയിട്ടാണ്. ഷുഗർ എന്നുള്ളത് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മളെ ഭക്ഷണക്രമത്തിനനുസരിച്ചേക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചൊല്ലണം? അള്ളാഹിനോട് കാവൽ ചോദിക്കണം. ആ കാവൽ ചോദിക്കലാണെന്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതേകൂടെ നമ്മളിപ്പോൾ ചൊല്ലിയത് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തിന്നാൻ തുടങ്ങാണ് എന്നാണ് പറയണത്. അള്ളാഹിൻ്റെ പേരും ചൊല്ലിക്കാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ ഒരു കാവലി നമുക്കുണ്ടാവും, അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ ശൈത്താൻ, ഇബ്ലീസ്, പിശാച് നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ നിൽക്കും. അത് പാടില്ലല്ലോ അല്ലേ? ഇനി മക്കളെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചൊല്ലുക? അൽഹംദുലില്ലാ എന്ന് പറയാം. എന്താ പറയുക? ചുരുക്കത്തിൽ എന്താണ്? അൽഹംദുലില്ലാ അല്ലേ? നിങ്ങൾ പറയലില്ലേ? സ്ഥിരമായിട്ട് പറയണം കേട്ടോ. കാരണം ഭക്ഷണം കിട്ടാത്ത എത്ര ആൾക്കാരുണ്ടെന്നോ നമ്മൾ കാണാത്തോണ്ടാണ് അല്ലേ? നമ്മൾ ഫലസ്തീനത്തെ ചെറിയ കുഞ്ഞു മക്കളെയൊക്കെ അയച്ചു അങ്ങനെ കണ്ടുപോകണം. അവർക്കൊന്നും ഭക്ഷണമൊന്നും ഇല്ല. നമുക്കൊക്കെ വേണ്ട പോലെ ഭക്ഷണമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഭക്ഷണമുണ്ട്. നമ്മൾക്കൊന്നും ബുദ്ധിമുട്ട് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അള്ളാഹിനെ സ്തുതിക്കണം, അള്ളാഹ്ക്കൊരു നന്ദി വാക്ക് പറയണം. അതിൻ്റെ ചുരുങ്ങിയ രൂപമാണെന്ത്? അൽഹംദുലില്ലാ എന്നെല്ലാവരും ഒപ്പം പറഞ്ഞാണ് അൽഹംദുലില്ലാ. അതിൻ്റെ ഫുള്ള് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്കിപ്പോൾ നിർബന്ധമില്ല, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചുകൊണ്ട് ഇപ്പോൾ പഠിച്ചാൽ അത്രയും നല്ലത്. അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. അത് പോട്ടെ. ഇനി അടുത്തത്, നാം ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന പോലെ തന്നെ ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? അള്ളാഹിൻ്റെ പേരും ചൊല്ലിക്കാണ്ട് ഞാൻ തുടങ്ങണത്. നമ്മൾ വണ്ടി ഓട്ടാൻ തുടങ്ങാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പടച്ചോൻ്റെ പേരും ചൊല്ലിക്കാണ്ട് അള്ളാഹിൻ്റെ പേരും ചൊല്ലിക്കാണ്ട് ഞാൻ വണ്ടി ഓട്ടാൻ തുടങ്ങുകയാണ്. നമ്മൾ വീട്ടിലേക്ക് കയറാണ്, അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. നിങ്ങൾ ചൊല്ലലുണ്ടോ? നിങ്ങൾ മദ്രസയ്ക്ക് വീട്ടിൽ നിന്ന് പോരുകയാണ്, അപ്പോൾ എന്താ ചൊല്ലുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ പേരും ചൊല്ലി ഞാൻ മദ്രസയിലേക്ക് പോവാണ് അല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കാവൽ നമുക്കുണ്ടാവും. അല്ലാതെ നമ്മൾ കുറേ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളെ ബസ് സ്റ്റോപ്പിലൊക്കെ ബസ് കാത്തിക്കുന്ന ആൾക്കാരിങ്ങനെ നിൽക്കണ കാണാം. ചിലപ്പോൾ സ്പീഡിൽ വരുന്നൊരു കാറ് നിയന്ത്രണം വിട്ടുകാണ്ട് കറങ്ങി തിരിഞ്ഞുകാണ്ട് ചിലപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്ന താത്താരിമാരെയൊക്കെ അടിച്ചിട്ടുകാണ്ട് പോണ കാണാം. അങ്ങനെ എത്ര ആൾക്കാർ മരണപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ കാവൽ വേണം. അതിനു വേണ്ടി നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ഏത് നല്ല കാര്യം ചെല്ലുമ്പോഴും വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം അല്ലേ? യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതാണ് ഏതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ ചൊല്ലലുണ്ടോ അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാ. നമ്മളെ ജീവിതത്തിൽ അതൊരു 70,000 വട്ടെങ്കിലും ചെല്ലണം. എന്നാൽ നമ്മൾ നരകത്തിൽ കടക്കൂല എന്നാണ്. അത് വളരെ സുഖമാണ്. നമുക്കതൊക്കെ ചെറുപ്പത്തിലേ ചൊല്ലി തീർക്കാം. ലാ ഇലാഹ ഇല്ലല്ലാ. എന്താ അതിൻ്റെ അർത്ഥം എന്നോ? അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ?
കാരണം എന്താ, നമുക്ക് എല്ലാം തരുന്ന അള്ളാ, ഭക്ഷണം, ഉമ്മച്ചി ഉപ്പച്ചി, പൈസ, ജോലി, പഠനം, ബുദ്ധി എല്ലാം തന്നവരാണ് അള്ളാഹുവാണ്. അപ്പോൾ നമ്മൾ അള്ളാഹിനെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ ഇല്ല. അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ മക്കളെ. ഇനി നമ്മളെ ഒരാളെ കണ്ടാൽ നമ്മൾ എന്താ പറയുക? ഞങ്ങളെന്താ പറയല്? ഹേയ് വാട്സപ്പ് ഇതാണ് പറയല്? അതോ ഹേയ് ബഡി എന്താ പറയല്? നിങ്ങൾ എന്താ പറയേണ്ടത്? നമ്മൾ അസ്സലാമു അലൈക്കും എന്താ പറയുക? നിങ്ങൾ പറയലില്ലേ അസ്സലാമു അലൈക്കും? അപ്പോൾ നമ്മൾ തിരിച്ചെന്താ പറയുക? വഅലൈക്കും അസ്സലാം അല്ലേ? അത് നിങ്ങൾ പതിവായിട്ട് പറയലുണ്ടാവും അല്ലേ? അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല കേട്ടോ മക്കളെ. അടുത്തത് നമ്മളെ ഉമ്മച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ പഠിച്ചാണ്. ചിലത് നമ്മൾ പെട്ടെന്ന് പറയും, ചിലത് നമ്മൾ നിങ്ങൾക്ക് സംഗതി മനസ്സിലാകാൻ വേണ്ടി വിശദീകരിക്കും. ചിലപ്പോൾ 5-10 മിനിറ്റ് ഏറെയൊക്കെ വരുന്നുണ്ടോ, എന്നാലും നിങ്ങൾക്ക് വെറുതെ നമ്മൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, നിങ്ങൾക്ക് സംഗതി മനസ്സിലാവണ്ടേ അല്ലേ? നമുക്ക് തുടങ്ങിയാലോ. 10 മാസത്തോളം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചു ആര്? ഉമ്മച്ചി അല്ലേ? ആരാണ്? ഒപ്പം പറയും, ആരാണ്? ഉമ്മച്ചി. എന്താ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ? 10 മാസം എന്ന് പറഞ്ഞാൽ എന്താ? 10 മാസം എന്ന് പറയുമ്പോഴേ ഏകദേശം 280 ദിവസം വരും. അങ്ങനെ തന്നെ അല്ലേ? 10 മാസം എന്ന് പറയുമ്പോൾ 300 ദിവസം ഒക്കെ വരും. 300-305 ദിവസമൊക്കെ 10 മാസം എന്ന് പറയുമ്പോൾ വരും. പക്ഷേ പലപ്പോഴും ഗർഭകാലഘട്ടം 280 ദിവസം എന്ന് വെച്ചാൽ എന്താണെന്നോ, നമ്മളൊക്കെ ഏകദേശം 280-300 ദിവസമൊക്കെ നമ്മുടെ ഉമ്മച്ചിൻ്റെ വയറ്റിൽ കടന്നിട്ടാണ്, പിന്നെ പ്രസവിച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് പിന്നെ ഇറങ്ങണത്. പിന്നെ ഭൂമിയിൽ ചാടി മണ്ടി കളിക്കണതൊക്കെ നമ്മൾ ഉമ്മച്ചിൻ്റെ പള്ളയിൽ 10 മാസം കിടന്നിട്ടാണ്. ഉമ്മച്ചി നമ്മൾ ഏറ്റി നടക്കുന്നു അല്ലേ? ഉമ്മച്ചി നമുക്ക് വേണ്ടി നമ്മളെ സൗകര്യത്തിന് പതുക്കെ ഉടങ്ങി പതുക്കെ കടന്ന് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളാണ് ആര്? ഉമ്മച്ചി. അപ്പോൾ നമ്മെ 10 മാസത്തോളം ഗർഭം ധരിച്ച് പ്രസവിച്ചതാരാ? ഉമ്മ. കഷ്ടപ്പെട്ട് നമ്മെ വളർത്തിയതാരാണ്? ഉമ്മ. നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് അല്ലേ? നമ്മൾ കുഞ്ഞു കുട്ടിയാകുമ്പോഴേ നമ്മൾ ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റ് കാണി നമ്മൾ നൂരൊഴിച്ചു അല്ലേ? നിങ്ങൾ നൂരൊഴിച്ചണോ? നിങ്ങൾ നൂരൊഴിച്ചിനെ ചോദിച്ചു നോക്കി, നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഉമ്മച്ചിൻ്റെ ഉറക്കമൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് പാല് തന്നു, താരാട്ട് പാട്ട് പാടിയൊക്കെ നിങ്ങളെ വളർത്തിയതാ. നമുക്ക് അങ്ങനെ ഇപ്പോൾ 5-6 വയസ്സും 8 വയസ്സൊക്കെ ആയത്. എന്നാൽ ഉമ്മച്ചി രാവിലെ വെറുതെ ഒക്കെയായിരുന്നു? അല്ല, ഉമ്മച്ചി രാവിലെ വീട്ടിൽ കൂടെ തന്നെ ഒരു 10-15 കിലോമീറ്റർ നടന്നേക്കും. വീട്ടിൽ അവിടെ ഒരു പണി ഇവിടെ ഒരു പണി 4-5 പണിയൊക്കെ ഒപ്പം കോൺട്രാക്ട് എടുക്കുന്ന പരിപാടിയാണ് ആയിരിക്കും ഉമ്മച്ചിക്ക്. അവിടെ ഒന്ന് കുക്കറിലിട്ടേക്കും, ഇവിടെ ഒന്ന് അരിയുന്നുണ്ടാവും, അവിടെ നിങ്ങളെ വീഡിയോ ക്യാമറ ഓണാക്കി നിങ്ങൾ കിടക്കണത് നോക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ നോക്കി തിരിച്ചു കാണാൻ നിങ്ങളൊക്കെ വളർത്തിയെടുത്ത് അതിൻ്റെ കൂടെ രാത്രി നട്ടപ്പാതിര 12 മണിക്ക് ഒരു ഉണരലും നിങ്ങളിങ്ങനെ നുരൊഴിച്ചിക്കും. ഉമ്മച്ചിക്കാണി ഉറക്കം ഇങ്ങനെ വരുന്നുണ്ടാവും. എന്നിട്ടും നിങ്ങൾ നോക്കി വളർത്തിയതാരാണ്? ഉമ്മച്ചി. കുളിപ്പിച്ചതും വസ്ത്രം ധരിപ്പിച്ചതും ആരാണ്? ഉമ്മച്ചി. നിങ്ങൾ വലുതായപ്പോഴല്ലേ സ്വന്തം കുളിക്കാനൊക്കെ തുടത്തിയത് അല്ലേ? അപ്പോൾ നമ്മളെ കുളിപ്പിക്കുന്നതും വസ്ത്രം ധരിപ്പിക്കുന്നതും ആരായിരുന്നു? ഉമ്മച്ചി. വേദനിച്ചു പ്രസവിച്ചു ആര്? ഉമ്മച്ചി. സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാണ് അല്ലേ? നമ്മൾ ഉമ്മച്ചിനെ അനുസരിച്ച് ജീവിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? സ്വർഗം കിട്ടുക അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ വലുതായി മദ്രസയിലൊക്കെ വന്ന് കുറേ നിസ്കരിക്കാൻ പഠിച്ചു, നോമ്പ് നോൽക്കാൻ പഠിച്ചു, ഉമ്മച്ചിയൊക്കെ രാത്രി ഓതുന്ന ഖുർആൻ ഓതാൻ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു തോന്നല്ലേ, ഉമ്മച്ചി പയഞ്ചൻ, ഞാൻ ഇപ്പോൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പൊക്കെ ഉണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഇനിയിപ്പോൾ ഉമ്മച്ചി എഴുതിയാണ്ട് ഉമ്മച്ചിനെ നമ്മൾ ബാക്കൊക്കെ ആക്കാൻ പറ്റുമോ? അതുകൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഉമ്മച്ചി എന്താണോ പറയണത്, ഉമ്മച്ചി നന്മ പറയുകയാണെങ്കിൽ അതനുസരിച്ച് ഉമ്മച്ചിനെ സ്നേഹിച്ച് ഉമ്മച്ചിനെ പരിപാലിച്ച് ഉമ്മച്ചിക്ക് വേണ്ടി പിന്നെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗം 100% ഉറപ്പാണ്. അല്ലാതെ കുറച്ചെണ്ണം കഴിഞ്ഞ് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളായി നമ്മളെ ഭർത്താവായി, നമ്മളായി നമ്മുടെ ഭാര്യയായി, നമ്മുടെ മക്കളായി. ഉമ്മച്ചിനെ ഇപ്പം എന്താ കാട്ടുക? വേറെ ഉണ്ടല്ലോ മക്കൾ, ഇനി 2 ദിവസം അവിടെ പോയി നിന്നോട്ടെ, അങ്ങനത്തെ വയന്ന വർത്താനം നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ചെറുതായപ്പോൾ ഉമ്മച്ചി വേറെ ആർക്കെങ്കിലും തട്ടിക്കൂട്ടുക നമ്മൾ? ഇല്ല. ഉമ്മച്ചി ഇഞ്ച കുട്ടി പറഞ്ഞാണ്ട് മത്സരിച്ച് നോക്കിയിരുന്നു അല്ലേ? വാശിക്ക് നോക്കിയിരുന്നു. ഓരോ ജീവിതം തന്നെ നമ്മളാണ്. അതുകൊണ്ട് തന്നെ
സ്വർഗം മാതാക്കളുടെ അഥവാ ഉമ്മച്ചികളുടെ പാദങ്ങൾക്ക് അഥവാ കാലിൻ്റെ കീഴിലാണ് അഥവാ കാലിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞാൽ ഉമ്മച്ചി പറഞ്ഞ അനുസരിച്ച് നമ്മൾ ജീവിച്ച സ്വർഗം കിട്ടും കേട്ടോ. എത്ര വലുതായാലും നമുക്ക് എല്ലാത്തിനും ആര് വേണം? ഉമ്മ തന്നെ വേണം. ഉമ്മാൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും വേണം. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ആരോഗ്യത്തോടെ കൂടെയുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ. ഉമ്മയെ നന്നായി നമ്മൾ സ്നേഹിക്കണം, വളരെയേറെ ബഹുമാനിക്കണം. ആരെ? ഉമ്മയെ. ഉമ്മ പറയുന്നതെല്ലാം നമ്മൾ അനുസരിക്കണം. കാരണം നമുക്ക് വേണ്ടി ജീവിച്ച ആളാണ് ആര്? ഉമ്മച്ചി. അല്ലാതെ കണ്ട സിനിമാ നടന്മാരോ കണ്ട സെലിബ്രിറ്റീസുകളോ അല്ലെങ്കിൽ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ഇടുന്ന ആൾക്കാരോ അല്ല നമ്മളെ നോക്കി വളർത്തി വലുതാക്കിയത്. ആരാണ്? ഉമ്മച്ചിയാണ്. നമുക്ക് വേണ്ടി ജീവിച്ചത് ആരാണ്? ഉമ്മച്ചി ഉപ്പച്ചിയാണ്. അപ്പം നമ്മൾ ഓൽക്ക് വേണ്ടി ജീവിക്കുമ്പോഴേ നമ്മളെ ജീവിതത്തിനൊരു അർത്ഥമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ വെയ്ത്താരൊക്കെ പോയാൽ നമ്മളെ പേരെന്താ വിളിക്കണ്ടെന്നോ? മൊയന്ത്, നല്ല പച്ച മൊയന്ത് എന്ന് പറയണം. അങ്ങനെ പാടില്ല. നമ്മളെ ജീവിതത്തിനൊരു അർത്ഥം വേണം. അതിനെന്ത് വേണം? നമ്മുടെ ഉമ്മയെ നമ്മൾ വളരെയേറെ ബഹുമാനിക്കണം, ഉമ്മയെ നന്നായി സ്നേഹിക്കണം, ഉമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം. അല്ലേ? നിങ്ങളങ്ങനെ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്ത് വിജയിക്കാൻ, സ്വർഗം നേടാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി മക്കളെ, അടുത്തത് കേട്ടോ, നമ്മളെ ഉസ്താദിനെ കുറിച്ചിട്ടാണ്. നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ്? ഉസ്താദ്, ടീച്ചർ, മാഷ്. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? അനുസരിക്കണ്ടേ? ബഹുമാനിക്കണ്ടേ? അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിലും മാഷുമാർക്ക് കുറച്ച് ബഹുമാനം കുറച്ച് കൊടുക്കാണ്ട് എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോഴത്തെ കാലത്ത് മാഷുമാരൊക്കെ പലരും പോയി തല്ലണമൊക്കെ കാണുന്നുണ്ട്. മാഷുമാർ പേര് അരവിന്ദൻ, ജോർജ് എന്നൊക്കെ പേര് വിളിക്കണ കാണുന്നുണ്ട്. അതൊക്കെ മക്കളെ വളരെ മോശമാണ്. നമ്മളങ്ങനെ ആവരുത് കേട്ടോ. നമുക്ക് ഓലേക്കാൾ കുറച്ച് മസിൽ കൂടി എന്നൊക്കെ ഒരു തോന്നൽ വന്നാൽ നമ്മൾ ഓരോ നിസ്സാരമായി കാണല് അത് പാടില്ല. അത് അഹങ്കാരമാണ്. അഹങ്കാരം ഒരാളുടെ മനസ്സിൽ ഒരു തുള്ളി ഉണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ അല്ല, സ്വർഗത്തിൻ്റെ ഒരു തുള്ളി വാസന പോലും നമുക്ക് പരലോകത്തു നിന്ന് കിട്ടൂല. അല്ലേ? അതുകൊണ്ട് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ട ആൾക്കാരാണ് നമ്മുടെ മാഷുമാർ, ടീച്ചർമാരൊക്കെ കേട്ടോ. നമുക്ക് ഇസ്ലാം ദീൻ പഠിപ്പിച്ചു തരുന്നത് ആരാണ്? ഉസ്താദ്. അല്ലേ? നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ? അല്ലേ? മുസ്ലിങ്ങളാണ്. ഇസ്ലാമിൻ്റെ അഥവാ മുസ്ലിങ്ങൾ, ഇസ്ലാം മതം. നമ്മുടെ മതം ഏതാണ്? ഇസ്ലാം മതം. ഹിന്ദു മതം, ക്രിസ്ത്യൻ മതം, നമ്മളെല്ലാ മതത്തിനെയും ബഹുമാനിക്കണം. അല്ലേ? നമ്മളെല്ലാ മതത്തിനെയും ബഹുമാനിക്കണം. നമ്മുടെ മതം ഏതാണ്? ഇസ്ലാം മതം. എന്ന് വെച്ച് നമ്മൾ ആരാധനാ കാര്യത്തിൽ അഥവാ നമ്മുടെ നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം അതേപോലെ നമ്മൾ മറ്റേ മതക്കാരെ ചെയ്യണ പോലെ ചെയ്യാൻ നമ്മൾ പാടില്ല. അല്ലേ? എന്നാൽ നമ്മൾ അവരെയൊക്കെ പരിഗണിക്കണം. അവരുടെ ആരാധനയോ അവരുടെ ദൈവങ്ങളെ നമ്മൾ കളിയാക്കാനോ പുച്ഛിക്കാനോ പരിഹസിക്കാനോ പാടില്ല. അതാണ് നമ്മുടെ ഇസ്ലാം മതത്തിൻ്റെ നയം. അപ്പം നമുക്ക് ഇസ്ലാം ദീന് പഠിപ്പിച്ച് തരുന്നത് ആരാണ്? ഉസ്താദ്. അല്ലേ? അതിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമുണ്ട്. നമ്മുടെ അയൽവാസി ആയ അയാൾ ഒരു ഹിന്ദു ആണെങ്കിൽ പോലും അയാളിങ്ങനെ അവിടെ വിശന്ന് ഭക്ഷണമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളപ്പുറത്ത് നമ്മളെ വീട്ടിൽ നമ്മൾ ഭയങ്കര ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ മുസ്ലിമാണോ? അല്ല. അല്ലേ? അവർക്കും നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. അല്ലേ? ഈ ഇസ്ലാമിൻ്റെ കാര്യം, ഈ ഇസ്ലാം ദീന് പഠിപ്പിച്ചു തരുന്നത് ആരാണ് നമുക്ക്? ഉസ്താദ്. അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട്. അത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കണ്. അതിൻ്റെ ആയത്തുണ്ട്. എന്താണെന്നോ? കുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അല്ല, എന്താ ഇപ്പം നിങ്ങളെ വിചാരം? അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കണമെന്ന് ഖുർആൻ ചോദിക്കുന്നത്. അല്ല, അറിവുള്ളവർക്കാണ് മഹത്വം. അറിവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി അല്ലേ? കാരണം അത് 2 ദിവസം കൊണ്ട് കിട്ടണതല്ലല്ലോ. അല്ലേ? 10, 12, 15, 17 കൊല്ലമൊക്കെ കഷ്ടപ്പെട്ട്, അല്ലേ, ചൈൽഡ്ഹുഡ് എൻജോയ്മെൻ്റൊക്കെ ഒഴിവാക്കി പഠിച്ചെടുത്ത സംഗതിയല്ലേ? അപ്പോൾ അതില്ലവരെ നമ്മൾ ബഹുമാനിക്കണ്ടേ? അല്ലേ? ഉസ്താദുമാരെ നാം ബഹുമാനിക്കണം. ഉസ്താദുമാരെയും ടീച്ചർമാരെയും മാഷുമാരെയും മുതിർന്നവരെയും നാം ബഹുമാനിക്കണം. അവരുടെ വാക്കുകൾ നാം അനുസരിക്കണം.
അവരെന്തെങ്കിലും നല്ല കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അനുസരിക്കണം. അഥവാ ചീത്ത കാര്യം പറയുകയാണെങ്കിലോ നമ്മൾ അനുസരിക്കേണ്ടതില്ല. പക്ഷെ അവർ നല്ല കാര്യമല്ലേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ നാം എന്ത് ചെയ്യണം? അനുസരിക്കണം. എന്താ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു എന്ത്, ക്ലാസ്സിൽ വെച്ച് തല്ലുകൂടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തല്ലുകൂടിയില്ല, അതിനാണ് അനുസരണ എന്ന് പറയുക. നിങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചു, അതിനാണ് മക്കളെ അനുസരണ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അനുസരണ എന്താ മനസ്സിലായോ? ഈ അനുസരണ തന്നെയാണ് ബഹുമാനം. ഈ നമ്മൾ ഉസ്താദുമാരെ, ടീച്ചർമാരെ, മാഷിമാരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് ബഹുമാനം. എൻ്റെ അഭിപ്രായത്തിൽ അത് തന്നെയാണ് ബഹുമാനം. അല്ലാതെ നമ്മൾ മാഷിമാരെയും ടീച്ചർമാരെയും ഉസ്താദുമാരെയും കാണാതെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നിയതൊക്കെ കാട്ടിക്കൂട്ടുകയും അവർ കാണുമ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാര്യമുണ്ടോ? ഞാൻ ആ ഭാഗം മൈൻഡേ ചെയ്യലില്ല, അല്ലേ? അങ്ങനെ നമ്മൾ പാടില്ല, അല്ലേ? നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ? നിങ്ങളൊക്കെ അത് പ്രകാരം ശരിക്ക് ചെയ്യണമല്ലോ എന്ന് ഞാൻ വിശ്വസിക്കാം കേട്ടോ. അതുപോലെ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഉസ്താദുമാർക്ക് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കണം, ടീച്ചർമാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ടീച്ചർ ഇവിടെ നിന്ന് പോയി കിട്ടെങ്കിൽ അങ്ങനെയാണോ? അങ്ങനെ പാടില്ല. ടീച്ചറുടെ നന്മയ്ക്ക് വേണ്ടി, മാഷിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഉസ്താദിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഞാൻ ഒരുവിധം 5 വക്ത നിസ്കാര ശേഷം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ട്? കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ ഉപ്പച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉസ്താദുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ടീച്ചർമാർക്കും നീ നന്മ ചൊരിയണമേ, അവരെ നീ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ, അവർക്ക് രോഗത്തിൽ നിന്ന് നീ മോചനം നൽകണമേ. ഇതൊക്കെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും കേട്ടോ. അതാണ് പ്രാർത്ഥന. അധ്യാപകൻ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെ നാം ബഹുമാനിക്കണം. ഞാനൊരു മുസ്ലിമാണ്, ആ മാഷി ഹിന്ദുവാണ്, അവരെ ബഹുമാനിക്കൂല എന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനെയൊന്നും നമ്മൾ പറയാനേ പാടില്ല കേട്ടോ. നമ്മൾ മത തീവ്രവാദി ആവാനേ പാടില്ല. അതൊക്കെ ഏപ്പരാജി പരിപാടിയാണ്, അതൊന്നും പാടില്ല. ലോകത്ത് എല്ലാവിധ മതസ്ഥരും ഉണ്ടാവും. അവർക്ക് ഇഷ്ടമുള്ള പോലെ വിശ്വസിച്ചോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ വിശ്വസിക്കുക. പക്ഷെ നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം കേട്ടോ. ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. അങ്ങോട്ട് ബഹുമാനം കൊടുക്കുക, അങ്ങോട്ട് ബഹുമാനം സ്വീകരിക്കുക. അതാണ് എന്ത്, ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പറയല്ലോ കേട്ടോ. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ് മതം പഠിപ്പിക്കുന്നവർ. ചെറുപ്പത്തിലേ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഏകദേശം ഒരു 12 വയസ്സുള്ളപ്പോൾ കേട്ടോ, എന്താ പറഞ്ഞേന്നോ, ഉസ്താദാവാൻ വേണ്ടിയിട്ട് പോവണം, എന്നിട്ട് 10 കൊല്ലം പഠിച്ച് ഉസ്താദാവണം. അങ്ങനെ എളുപ്പമാണോ? ഇല്ല. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ വീട്, ഉമ്മ, ഉപ്പ, കൂട്ടുകാർ, വീട്ടുകാർ, നാട്ടുകാർ, കളി, സന്തോഷം, രസം എല്ലാം ഒഴിവാക്കി പോയിരുന്ന് പഠിക്കണ്ടേ? അങ്ങനെ പഠിച്ചാൽ എന്താ നേട്ടം എന്നാണ് ഉമ്മച്ചെന്ന് പറഞ്ഞത്. അങ്ങനെ ആയാൽ ഖിയാമത്ത് നാളിൽ ചിലപ്പോൾ ഹജ്ജ് ചെയ്തോല്, സ്വതക്ക കൊടുത്തോല് ഒക്കെ വരും സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് ഇതൊക്കെ ആരാ പറഞ്ഞത്? ഹജ്ജ് ചെയ്താൽ സ്വർഗം കിട്ടുന്ന ആരാ പറഞ്ഞത്? നോമ്പ് നോറ്റാൽ സ്വർഗം കിട്ടുന്ന ആരാ പറഞ്ഞത്? സ്വതക്ക കൊടുത്താൽ, ദാനം കൊടുത്താൽ സ്വർഗം കിട്ടും നിങ്ങൾക്ക് ആരാ പറഞ്ഞത്? അപ്പോൾ അവർ പറയും, അത് അറിവുള്ളവർ, അത് ഉസ്താദുമാർ പറഞ്ഞതാണ്. എന്നാൽ പിന്നെ ഓലല്ലേ ആദ്യം കിടക്കേണ്ടത് എന്ന് അള്ളാഹു പറയത്തരെ. അത് ചെറുപ്പത്തിൽ ഉമ്മച്ചി എനിക്ക് പറഞ്ഞു, അങ്ങനെ ഞാൻ ഉസ്താദാവാൻ വേണ്ടിയിട്ട് പോയി അല്ലേ. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ് ആര്? മതം പഠിപ്പിക്കുന്നവർ. ഉസ്താദുമാരെ നാം വെറുപ്പിക്കരുത്, ഉസ്താദുമാരെ നാം വെറുപ്പിക്കരുത്. പണ്ട് ഞാൻ പഠിക്കുമ്പോഴൊക്കെ ഒരു കാരണമില്ലാതെ എനിക്ക് എത്രയോ അടി കിട്ടിയാണ്, എത്രയോ നല്ല അടി കിട്ടിയിരിക്കണ്. പക്ഷേ അഥവാ ഇനി ഉസ്താദുമാർക്കോ നമ്മുടെ മാഷുമാർക്കോ ടീച്ചർമാർക്കോ അബദ്ധം പറ്റിയാൽ നമ്മളത് വലിയ വിഷയമാക്കി കൊണ്ട് നടക്കണോ? അല്ലേ? നമ്മൾ മാപ്പ് അവർക്ക് കൊടുക്കല്ലേ വേണ്ടത്. അത് അവരോടുള്ള ഒരു ബഹുമാനമാണ്, മര്യാദയാണ്. കാരണം എല്ലാം തികഞ്ഞവരായി ഇവിടെ ആരും തന്നെ ഇല്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. എങ്ങനെയെങ്കിലും ടീച്ചർമാരെ, മാഷുമാരെ ജയിലിലാക്കാൻ വേണ്ടി നടക്കുന്ന പല വാർത്തകളും കാണാറുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു 2 ദിവസം മുമ്പ് എന്നോട് ഒരു രക്ഷിതാവ് പറഞ്ഞു, ഉസ്താദെ കുറച്ചും കൂടിയൊക്കെ സ്ട്രോങ് ആയിക്കോളുന്ന കുട്ടികളൊന്നും കൂടിയും പഠിച്ചോളൂ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, സ്ട്രോങ് ആവാൻ എനിക്ക് പേടിയാണ്. പേടിയാണ് മക്കളെ, പേടിയാണ്. കാരണം കുടുംബം എങ്ങനെയൊക്കെ പടുത്തുയർത്തി ഇങ്ങനെ കൊണ്ടുവരിക, ഒരുപാട് പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്.
അതിൻ്റെ ഇടയിൽ സ്ട്രോങ് ആയി വല്ല പരാതിയായി ജയിലിലായി പിന്നെ അത് വള്ളിയായി വള്ളിക്കെട്ടായി ബുദ്ധിമുട്ടല്ലേ, അത് വേണ്ടല്ലേ. ഇനി ലാസ്റ്റ് എന്താ, നല്ലവരിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നല്ലവരിൽ ഉൾപ്പെടാൻ. നല്ലവർ ഉസ്താദുമാരെയോ മാതാപിതാക്കളെയോ ടീച്ചർമാരെയോ മാഷുമാരെയോ വെറുപ്പിക്കോ? ഇല്ല അല്ലേ. നല്ലവർ അവരെയൊന്നും വെറുപ്പിക്കൂല, നല്ല കുട്ടികളാവും. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് അല്ലേ ഇൻഷാ അല്ലാഹ്. ലാസ്റ്റത്തേത് കേട്ടോ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതും കൂടിയാണ്, നമ്മുടെ ഉപ്പച്ചിനെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ. നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങി തരുന്നത് ആരാണ്? പിതാവ് അഥവാ ഉപ്പച്ചി അല്ലേ. നമുക്ക് വസ്ത്രം വാങ്ങി തരുന്നത് ആരാണ്? പിതാവ്. നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങി തരുന്നത് ആരാണ്? പിതാവ്. വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഇതിനെല്ലാമുള്ള പണം പിതാവ് കണ്ടെത്തുന്നത് അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ കുറേ വിശദീകരിച്ചുകൊണ്ടാണ് ഉസ്താദ് ചുരുക്കിയത് കേട്ടോ അല്ലേ. ഉപ്പച്ചിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണ്ടേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ വീട്ടിലുള്ള നമ്മൾ, ഉപ്പച്ചി, ഉമ്മച്ചി, ഉമ്മമ്മ, ഉപ്പപ്പ, കുട്ടികൾ എല്ലാവർക്കും വേണ്ടി ഉപ്പച്ചി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കിയിട്ടാണ് എല്ലാവർക്കുമുള്ള ഭക്ഷണം, വസ്ത്രം, ഫീസ്, വണ്ടിക്കൂലി, റീചാർജ് തുടങ്ങി എല്ലാം ആര് ചെയ്യണം? ഉപ്പച്ചി ചെയ്യണം. ഉപ്പച്ചിക്ക് ഒരുപാട് പ്രഷറുകളുണ്ടാവും. ഇന്നിപ്പോൾ എങ്ങനെ ചെയ്യും, അതങ്ങനെ കൈകാര്യം ചെയ്യും, അതിനെങ്ങനെ പൈസ കണ്ടെത്തും? പൈസ എന്നുള്ളത് മോശം വസ്തുവാണോ? അല്ല, അതിന് ആവശ്യത്തിന് പൈസ വേണ്ടേ? ഉപ്പച്ചിക്ക് വേണ്ടി മാത്രമാണോ അധ്വാനിക്കുന്നത്? അല്ല, നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. നമ്മുടെ കുടുംബം സന്തോഷത്തിൽ കഴിയാൻ വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് ഉമ്മച്ചിയോ അതുപോലെ തന്നെ കുട്ടികളോ ഉപ്പച്ചിയോട് ദേഷ്യപ്പെട്ടാലോ ഉപ്പച്ചിയുടെ എനർജി എല്ലാം ചോർന്നു പോകും. ഉപ്പച്ചി ആകെ ക്ഷീണിക്കും. ചിലപ്പോൾ ഉപ്പച്ചിക്ക് ജോലി ചെയ്ത് ക്ഷീണിച്ചേക്കും. ആ സമയത്ത് ഉമ്മച്ചിയും കുട്ടികളൊക്കെ നല്ല രൂപത്തിൽ സംസാരിച്ച ഉപ്പച്ചിക്ക് അതൊരു ഭയങ്കര ഒരു എനർജിയാണ്. ഉപ്പച്ചിൻ്റെ മസിലൊക്കെ ഒന്ന് കൂടിയ പോലെയാവും. നേരെ മറിച്ച് ഉപ്പച്ചി പണിയൊക്കെ കഴിഞ്ഞ് ബിസിനസ്സൊക്കെ കഴിഞ്ഞ് എന്താണോ അത് കഴിഞ്ഞ് വീട്ടിലെത്തി കുഴങ്ങി വരിക. ആ സമയത്ത് ഉമ്മച്ചിയും കുട്ടികളൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാലോ ഉപ്പച്ചിക്ക് സന്തോഷമാവും. ഞാൻ പ്രയാസപ്പെട്ട് നയിക്കണോണ്ട്, ജോലി ചെയ്യണോണ്ട്, ബിസിനസ് ചെയ്യണോണ്ട് ഒരു അർത്ഥമുണ്ട്, ഇവർക്ക് ഇങ്ങോട്ടൊരു കടമയും കടപ്പാടും സ്നേഹമൊക്കെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷം ഉപ്പച്ചിക്ക് വരും. അതുമാത്രമല്ല, വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാനും സമ്പത്ത് നേടാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതായിരിക്കും പിന്നെ ഉപ്പച്ചിൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ഉപ്പച്ചിക്കുള്ള എനർജി നൽകുന്നത് ആരാണ്? ഉമ്മച്ചിയും കുട്ടികളും. ഉപ്പച്ചിയെ നമ്മൾ തിരിച്ചറിയണം അല്ലേ. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാം പറഞ്ഞു. ആദ്യം നമ്മൾ മോഡൽ പേപ്പർ വിശദീകരിച്ചു, പിന്നെ നമ്മൾ എല്ലാം പറഞ്ഞു അല്ലേ. നമ്മൾ സൂപ്പറായിട്ട് കേട്ട് മനസ്സിലാക്കിയ ഉസ്താദിന് സൂപ്പറായിട്ട് പറഞ്ഞു കൊടുത്ത് ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ. അള്ളാഹു നമ്മൾ പറഞ്ഞതൊക്കെ സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.